ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ തഴുതാമ കണ്ടോ? ഞാൻ നേരത്തെ ഒരു വീഡിയോക്കകത്ത് പറഞ്ഞായിരുന്നല്ലോ തഴുതാമയുടെ ഗുണങ്ങൾ അറിഞ്ഞ് പിന്നെ തഴുതാമ കൊണ്ട് ചട്ടിയിലൊക്കെ നട്ട്. അപ്പോൾ ഞാൻ ചട്ടിയിൽ നിന്നൊക്കെ എടുത്ത് കുറച്ച് ഭൂമിയിലോട്ടൊക്കെ നട്ട് ഉണ്ട്. നിറച്ച് പിടിച്ച് കിടപ്പുണ്ട്. ഇതാണ് നമ്മുടെ തഴുതാമ. ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഇത്രയും തഴുതാമ ഞാൻ എടുത്തുകൊണ്ട് വന്ന് എന്ത് സന്തോഷമില്ല. നമ്മുടെ വീട്ടിൽ തന്നെ ഒരു കറിവേപ്പിലയാണെങ്കിലും നട്ട് വളർത്തുമ്പോൾ ഒരു സന്തോഷമാണ്. വിഷമടിക്കാത്ത പച്ചക്കറി കിട്ടുമല്ലോ. അപ്പം ഇത് നല്ലപോലെ കഴുകി വൃത്തിയാക്കി ഞാൻ എൻ്റെ ഇലയെല്ലാം പറിച്ചെടുത്ത് ചെറുതായിട്ട് നമുക്ക് അരിയാം കേട്ടോ. നല്ല നീറ്റായിട്ട് അരിഞ്ഞ് നമുക്ക് തഴുതാമ പരിപ്പ് കറി വെക്കാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പം നമ്മുടെ തഴുതാമയെല്ലാം നല്ലതുപോലെ കഴുകി ഞാനിങ്ങനെ ചെറുതായിട്ട്, ഒത്തിരി ചെറുതായിട്ട് അരിഞ്ഞില്ല, എന്നാലും ഒരു ചെറുതായിട്ട് അരിഞ്ഞ് കേട്ടോ. അപ്പോൾ ഒത്തിരി വേവോടെ നല്ലതുപോലെ അതുപോലെ അരിഞ്ഞ് നല്ല കഴുകി സൂപ്പറാക്കി വെച്ച് നമ്മുടെ ഒരു തണ്ട് ഒരു ചെടിച്ചട്ടി വെച്ചാൽ മതി. നമുക്ക് ആഴ്ച തന്നെ ഒരു 3 ദിവസം തോരൻ വെക്കാൻ കിട്ടും. പിന്നെ ഇതുപോലെ കറി വെക്കാം. അപ്പോൾ എല്ലാവരും ഇത് ചെയ്യുക കേട്ടോ. വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതും പെട്ടെന്ന് കിളിക്കുന്നതും ഒരു സാധനമാണ്. അതുപോലെ തന്നെ ഗുണങ്ങളാണെങ്കിൽ അത് ഞാൻ പറയുന്നതിനേക്കാൾ നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി. ഭയങ്കര ഒത്തിരി ഗുണങ്ങൾ. രോഗപ്രതിരോധ ശേഷിക്കും, ശരീരം നീര് പോകാനും, യൂറിൻ കംപ്ലൈൻറ്റ്, ഒത്തിരി ഡയബറ്റിക്, അങ്ങനെ നിങ്ങളത് ചെയ്യുന്ന നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് നോക്കുമ്പോൾ അറിയാൻ പറ്റും. അപ്പം ഞാൻ ഇങ്ങനെ ഇത്രയും തഴുതാമ ഒന്ന് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് അതിൻ്റെ മെയിൻ പരിപ്പ് ഏത് പരിപ്പ് നിങ്ങൾക്ക് എടുക്കാം. ചെറുപയർ പരിപ്പെടുക്കാം, തുവരപ്പരിപ്പെടുക്കാം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പരിപ്പെടുക്കാം. ഞാൻ തുവരപ്പരിപ്പെടുത്തു. അതിനകത്ത് ഞാൻ ഒരു നുള്ള് മഞ്ഞൾപ്പൊടി, ഒരു നുള്ള് മുളക് പൊടിയും, ഒരു 3 പച്ചമുളക് ചെറുതായിട്ട്, പിന്നെ ഒരു 1/2 സ്പൂൺ ചെറിയ വെളിച്ചെണ്ണ ഒഴിച്ചെന്ന് വെച്ചാൽ ഇത് തെറിച്ച് പോകാതിരിക്കാൻ വേണ്ടി ഉപ്പ് ഇട്ടിട്ടുണ്ട്. ഇത് നമുക്ക് ആദ്യം വേവിച്ചിട്ട്, വളരെ മുരിങ്ങയില പരിപ്പ് കറി വെച്ചതുപോലെ ഇത് ആദ്യം വേവിച്ചിട്ട് പിന്നെ നമുക്ക് തഴുതാമ വേവിക്കാം. പിന്നെ അതിൻ്റെ അരപ്പെന്ന് പറയുന്നത് തേങ്ങ, പിന്നെ മഞ്ഞൾപ്പൊടി, ജീരകം, വെളുത്തുള്ളി, പച്ചമുളക്. ഓക്കെ, നിങ്ങൾക്ക് പച്ചമുളക് എണ്ണം കൂട്ടിയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. ഞാൻ പച്ചമുളക് എനിക്കിഷ്ടം, അതുകൊണ്ട് ഇത്രയൊക്കെ അങ്ങ് ചേർത്ത്. അപ്പം നമ്മൾ കുക്കറി വേവിച്ച പരിപ്പ് ഞാനിപ്പം ഒരു പാനിനകത്തോട്ട് ഇട്ട് നല്ലതുപോലെ വെന്ത്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് പിന്നെ നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന തഴുതാമ. അപ്പോൾ അതിനകത്ത് വെള്ളം ഓൾറെഡി കിടപ്പുണ്ട്. ഞാൻ അടുപ്പ് കത്തിക്കാൻ പോകുന്നു. അപ്പോൾ വെള്ളമുണ്ട്. ആ വെള്ളത്തിൽ ഈ തഴുതാമ വെന്തോളും കേട്ടോ. വേറെ നമ്മൾ ഈ പാനായതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി ഇട്ടാൽ മതി. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് രണ്ടും ഒരുമിച്ച് വേണമെങ്കിലും വേവിക്കാം. അപ്പോൾ ഞാനിതൊന്നിച്ചങ്ങ് ഇടുവാണ്. അരപ്പ് നമുക്ക് പിന്നിടാം. ഓക്കെ ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ തഴുതാമ പരിപ്പെല്ലാം നല്ലതുപോലെ വെന്ത് കണ്ട. ഇല എടുത്ത് നോക്കി കഴിച്ച് നോക്കി. അപ്പോൾ നല്ലപോലെ വെന്ത് ഞാൻ സമയം കൊണ്ട് കടുക് പൊട്ടിച്ച് വെച്ചു. ഇനി നമുക്ക് ഇതിൻ്റെ അരപ്പ് ഇതിനകത്തോട്ട് ഒഴിക്കും. അരപ്പ് അതൊരു 2 മിനിറ്റ് കിടക്കട്ടെ. എന്നിട്ട് നമുക്ക് കടുക് പൊട്ടിക്കാം. ഓക്കെ, വളരെ ഹെൽത്തിയായ ഒരു സൂപ്പ് പോലുള്ള കറി. ഇത്രയ്ക്ക് നമ്മുടെ ശരീരത്തിന് ഗുണമുള്ള ഒരു മുരിങ്ങയില പരിപ്പ് കറി, അതുപോലെ തന്നെ ഈ തഴുതാമ പരിപ്പ് കറി അതുപോലെ തന്നെ കേട്ടോ. അപ്പം നമ്മുടെ അരപ്പ് ഒന്ന് തിളച്ചിട്ടുണ്ട്. ഞാൻ ഉപ്പൊക്കെ ഉണ്ടോ നോക്കി. കുറച്ച് ഉപ്പ് കുറവുണ്ടായിരുന്നു. അപ്പം നിങ്ങൾ ഉപ്പൊക്കെ ഉണ്ടോ നോക്കണം. അപ്പം ഇരുന്ന് വേണമെങ്കിൽ കുറുകും. നിങ്ങൾക്ക് ഗ്രേവി ഇത്ര മതിയെങ്കിൽ ഓഫ് ചെയ്യുക. ഇരുന്നും പിന്നെയും കുറുകും. പിന്നെ ഇച്ചിരി കുറയണമെങ്കിൽ കുറച്ചുകൂടെ അടുപ്പേ കിടക്കുക. ഞാനൊരു സ്വല്പം കൂടെ കിടക്കട്ടെന്ന് വിചാരിച്ചു. ഇതിലൂടെ പപ്പടമോ അല്ലെങ്കിൽ കാന്താരി ചമ്മന്തിയോ ഒക്കെ വെജിറ്റേറിയൻകാർക്ക് ഭയങ്കര നല്ലതാണ്. നല്ല കോമ്പിനേഷനാണ് കേട്ടോ. നമുക്ക് ശരിക്കും നമ്മുടെ ഈ പനിയൊന്നും വരത്തില്ല ഇതൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ. ഈ തഴുതാമ കുഞ്ഞുങ്ങൾക്കൊക്കെ കഴിക്കാനും തോരൻ വെക്കുന്നതിനേക്കാൾ ഇങ്ങനെ ഒഴിച്ച് കുറച്ച് നെയ്യൂടൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുവാണെങ്കിൽ അവർക്കെല്ലാം ഇഷ്ടപ്പെടും. ഓക്കെ, അപ്പോൾ എല്ലാവരും ഇത് ചെയ്ത് നോക്കണം. അപ്പോൾ നമുക്കിനി കടുക് പൊട്ടിക്കാം. കടുക് പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ഒഴിക്കാം. ഞാൻ ഓഫ് ചെയ്യാണ്. കടുവിൻ്റെ ആ ചട്ടി എണ്ണ കളയണ്ട. ഇത് മനോഹരല്ലേ? എന്തൊരു ഭംഗി. അപ്പം കുറച്ച് കഴിഞ്ഞ് ഇളക്കുന്നുള്ളൂ ഞാൻ. അപ്പം ഞാൻ ഓഫ് ചെയ്തു. അപ്പം ഇതാണ് തഴുതാമ പരിപ്പ് കറി. വളരെ ഹെൽത്തിയാണ്. ഏത് പ്രായക്കാർക്കും നല്ലതാണ്. പ്രായമുള്ളവർക്കും കുഞ്ഞുങ്ങൾക്കും ചെറുപ്പക്കാർക്കും എല്ലാം ഒരുപോലെ
വളരെ ഹെൽത്തി, വളരെ ടേസ്റ്റിയുമായിട്ടുള്ള പരിപ്പ് തഴുതാമക്കറി. ഓക്കെ, എല്ലാവരും ഓരോ തഴുതാമ നിങ്ങൾ വീടുകളിൽ വെച്ച് പിടിപ്പിക്കണം. ഇതുപോലെ ചെയ്ത് എല്ലാവർക്കും കൊടുക്കണം. ഓക്കെ, അപ്പം എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. ഗോഡ് ബ്ലസ് യു ആൾ. അപ്പം ഒരു കാര്യം മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, വാച്ച് ചെയ്യുക. ഓക്കെ, താങ്ക് യു.